ഹായ് ഫ്രണ്ട്സ്, ടെക്കി ട്രാവൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഫോൺ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഫോൺ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് എല്ലാം ഓപ്പൺ ആകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. മിക്ക മൊബൈലുകളിൽ ഇത് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ മാറ്റാം? എല്ലാവരും ആപ്പ് എടുക്കുമ്പോൾ ഓപ്പൺ ആകാൻ താമസം എടുക്കുന്നു. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ട്, എക്സ്ട്രാ മെമ്മറി കാർഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആപ്പുകൾ ഓപ്പൺ ആകാൻ വളരെ താമസം എടുക്കുന്നു. എങ്ങനെ ഇത് മാറ്റാം? നമ്മളുടെ ഫോണിൽ ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് സ്ലോ ആയി ഓപ്പൺ ആകുന്നത് മാറ്റി വളരെ സ്പീഡിൽ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും. അത് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലോ ആയ ഒരു ഫോൺ എങ്ങനെ സ്പീഡിൽ ഓപ്പൺ ആക്കാം നോക്കാം. ഞാനിവിടെ ഒരു സ്ലോ ആയ ഫോൺ എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി നോക്കുന്നു. അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓപ്പൺ ആയി വരുന്നത്. അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഭയങ്കര സ്ലോ ആയിട്ടാണ് ക്ലോസ് ആകുന്നത്. അടുത്തായിട്ട് നമ്മൾ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അതും അതുപോലെ തന്നെ സ്ലോ ആയി ഓപ്പൺ ആകുന്നു. ക്ലോസ് ചെയ്യുമ്പോഴും ഭയങ്കര സ്ലോ ആണ്. വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കും, സെയിം തന്നെയാണ്, സ്ലോ ആണ്. അത് ക്ലോസ് ചെയ്യുമ്പോഴും കാണാൻ പറ്റും. ഇതെങ്ങനെ മാറ്റാമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഏറ്റവും മുകളിലായിട്ട് ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 7 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. അതുകൂടെ കൊടുത്തൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ബാക്ക് പോകാം. ബാക്കിൽ നമ്മൾ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യണം. അഡീഷണൽ സെറ്റിങ്സിൽ ഇപ്പം ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനൂടെ എനേബിൾ ആയിട്ടുണ്ട്. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് കുറച്ച് അധികം താഴേക്ക് പോകണം. അവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ആവശ്യമുള്ളത്. അതിൻ്റെ അകത്ത് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. 0.5 നമ്മൾ കൊടുക്കുന്നു. അടുത്തതായിട്ടുള്ള ഓപ്ഷനും അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതും നമ്മൾ 0.5 ഇടുന്നു. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. 0.05 ഇടുന്നു. ഇനി നമ്മുടെ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ബാക്കി പോകുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കുന്നു. എന്ത് പെട്ടെന്നാണ് ഓപ്പൺ ആയി വരുന്നത്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോഴും ഭയങ്കര സ്പീഡിലാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു, നല്ല സ്പീഡിൽ തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു, നല്ല സ്പീഡിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് സ്ലോ ആയ ഒരു ഫോണിലെ ആപ്പുകൾ എങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം എന്ന് കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കുക. കൂടാതെ നിങ്ങളുടെ ഓരോ നിർദ്ദേശവും താഴെ കമന്റ് ആയിട്ട് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.